ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ തലശ്ശേരിക്കാരുടെ മെയിനായ തലശ്ശേരി ദം ബിരിയാണി ആയിട്ടാണ്, ചിക്കൻ ദം ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യുക, തീരെ തടിപ്പില്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് നോക്കുക, കുറച്ച് മീഡിയം സൈസിൽ വെക്കുക, തീരെ കുറക്കണ്ട, മീഡിയം സൈസിൽ വെച്ചിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റിക്കളയണം. നന്നായിട്ട് കരിഞ്ഞു പോവും അല്ലെങ്കിൽ നമുക്കിത് മാറ്റാം. അപ്പോൾ ബാക്കിയും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കാഷ്യൂം കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കണ്ട, ഫസ്റ്റ് കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ അതിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുന്തിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ബിരിയാണി ദം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ദം ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണി നമുക്ക് മസാലയും ചോറും ഉണ്ടാക്കലാണ്. ഫസ്റ്റ് ഇത് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പിസ്തയും കാഷ്യൂം മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം ചൂട് മാറാൻ. ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് വലുത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, വലിയൊരു പാത്രം. അതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗീ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഗീ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്തോ മസാലയിൽ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ കൂടുതലായിട്ട് ഫസ്റ്റ് തന്നെ വെന്ത് ഒടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ആദ്യം സവാളയിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ നിങ്ങളെ എരിവിൻ്റെ ആ ഒരു അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു വലിയ കഷ്ണവും വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണവും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് എല്ലാടി സവാളയിൽ എല്ലാടി എത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച് തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പിൻ്റെ അനുസരിച്ച് തക്കാളി എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ തേര് യൂസ് ആക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 തക്കാളി എടുത്തത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ 2 തക്കാളി എടുത്തത്. അപ്പോൾ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ മസാല അത്യാവശ്യം നല്ലോണം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കനെല്ലാം കൂടി മസാലയെല്ലാം മിക്സാക്കി എടുക്കാം. ഞാൻ ചിക്കൻ ഇത് ഫ്രൈ ചെയ്യാണ്ടാണ് ഇടുന്നത്, മസാലയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റും ഇഷ്ടവും അത് തന്നെയാണ്. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറേ ഓയിലും പിന്നെ നമുക്ക് പെട്ടെന്നൊരു മടുപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. വേറൊരു മസാലപ്പൊടി ഇട്ട് കൊടുക്കലില്ല, പെപ്പർ ഗരം മസാല ഒന്നും ഇടാറില്ല ഞാൻ. ഇതുപോലെ മഞ്ഞളും മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. വേറെ ഒന്നിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പെപ്പർ ഗരം മസാലയിൽ യൂസ് ചെയ്യാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ട തൈര് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക തൈര്. അപ്പോൾ മസാല ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. തൈരൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിരുന്നു. തക്കാളീൻ്റെ ഒരു പുളിപ്പും പിന്നെ തൈര് ഒഴിച്ചുകൊണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി മതി. അതിൻ്റെ ജ്യൂസ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചിക്കൻ വേവാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തുറന്ന് നോക്കിയിട്ടൊന്ന് ചിക്കൻ വെന്തിനോ നോക്കണം. ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടിയൊന്നും പിടിക്കാത്ത രീതിയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അതിൽ അടി പിടിച്ചു പോവും. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഇല ഇഷ്ടമുണ്ടെങ്കിൽ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഒരുവിധം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് നെയ്ച്ചോറും കൂടി വെക്കണം. അപ്പോൾ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിലേക്ക് ഏലക്ക, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളേൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സവാള കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം, സവാള പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സവാളേൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് റൈസ് എടുത്തിരിക്കുന്നത്, അതിന് വേണ്ടി ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അളവ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറഞ്ഞു വേണ്ട, റൈസും കൂടി വരുമ്പോൾ ആവശ്യത്തിനാവും. അപ്പോൾ നോക്കിയിട്ട് വേണം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ബേ ലീഫ് ഇങ്ങ് കൊടുക്കുന്നുണ്ട്, നമുക്ക് മാറ്റാം. ബാക്കിയെല്ലാം അതിൽ തന്നെ നിന്നോട്ടെ, ബേ ലീഫ് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ടിട്ടുണ്ട്. റൈസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, അന്നേരം കാണിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ഇത് ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൈസ് ഇടുന്ന സമയത്ത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കുക. ഇത് വെള്ളം വറ്റുന്ന ആ ഒരു ടൈമിൽ കുറച്ച് വെക്കുക. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്, ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, വേവിച്ചെടുക്കാൻ. നമ്മളുണ്ടാക്കിയ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മേലെ ഒന്ന് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച്
അതുപോലെ ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സവാളയും കുറച്ച് കാഷ്യൂ ആ മുന്തിരിയെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് റൈസ് ദം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മഞ്ഞളും പാലും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മഞ്ഞളും ലെമണും കൂടി മിക്സ് ചെയ്തിട്ടിടാം, പക്ഷെ ഞാൻ മഞ്ഞളും പാലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് കളറ് യൂസ് ചെയ്യുന്നതാണ്. കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണി കഴിക്കുമ്പോൾ. വേറെ തന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ദം ചെയ്ത് ഈ ഒരു പിസ്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. ഫസ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇടുന്നില്ല, ലാസ്റ്റാണ് ഇടുന്നത്. അങ്ങനെ അടുത്ത ലെയറും കൂടി ഒന്ന് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ള് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ ആക്കിയ കളർ ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗീ കട്ട പിടിച്ചിട്ടുള്ളത്, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈഡ് ഓണിയനും മല്ലിച്ചപ്പും പിന്നെ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ദം ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായി വരുന്നവരെ ബൈ.